ഈ നാട്ടിലെ മുഴുവൻ ചട്ടമ്പിമാരാന്ന് പറയുന്ന ചുമ്മാതെയാ. എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പി ഈ നാട്ടിലുള്ളൂ, അത് കാട്ടാപ്പള്ളി നാഗേന്ദ്രനാണ്. അവന്റെ അച്ഛൻ വണ്ടി പറഞ്ഞതിന് കാരണക്കാര് ഞങ്ങളാണെന്ന് അവന്റെ ധാരണ. അതിന് വടക്കമലയെന്ന് ചട്ടമ്പിമാരെ ഇറക്കി എന്റെ 2 അമ്മാമാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനാക്കി. ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ വരുന്നവന്മാരെ അവൻ തല്ലി ഓടിക്കുക. പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താൻ തോറ്റു കൊടുക്കില്ല. അതിനെനിക്കൊരു പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായം വേണ്ട. പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല. ദാ അങ്ങോട്ട് നോക്കൂ, എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തതെന്ന് നോക്കൂ. പിന്നെ എന്ത് നിഷ്ക്രിയത്വമാണ് നിങ്ങൾ ആരോപിക്കുന്നത്? ഈ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഓഫ് ചെയ്തോളൂ. ഇവിടെ ഇപ്പൊ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രനെ ഒതുക്കി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാ. 2 മാസമാ ആശുപത്രി കിടന്നത്. ഇപ്പൊ മല്ലഞ്ചിറയിലെ ചന്ദ്രമോഹൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. കാട്ടാപ്പള്ളിയെ വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക. എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക. പുറം നാട്ടിൽ ചട്ടമ്പിമാരേറെയുണ്ട്. പുലിക്കണ്ടം കോയ, ചെങ്കൽപ്പാളയം മുത്തുരാജ്, കോയമ്പത്തൂർ മണിസ്വാമി. പക്ഷെ കാര്യമില്ല, ഇത്രയും കാശ് മുടക്കി ഈ ബംഗ്ലാവും തോട്ടവും മേടിക്കാനുള്ള കാശവന്മാരായില്ല. എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്നൊരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു. കർണാടകയിലെ പോലീസ് ഫയലിൽ നിന്നാ തപ്പിയെടുത്തത്. കക്ഷിയുടെ പേര് വീരേന്ദ്ര മല്ലയ്യ. 37ഓളം തല്ലുകേസുകൾ. അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു കേസിന് മാത്രം, അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കർണക്കുറ്റിക്കടിച്ചതിന്. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ പുള്ളി 10 കാട്ടാപ്പള്ളിമാരെ ഒറ്റയ്ക്ക് തിന്നും. അല്ല, ഇതിന്റെ ബ്രോക്കർ ഞാനാണെന്ന് പറഞ്ഞ കാട്ടാപ്പള്ളി എന്നെ കൊല്ലുന്ന എന്റെ പേടി. നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും. എങ്ങനെ? ഏതെങ്കിലും മോഷണ കേസ് പിടിച്ച് അകത്താക്കിയാ പോരെ. അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ്? ഞങ്ങൾ ഇന്ന് തന്നെ പോവുക. മല്ലയ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട്, മുരുകൻ. അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല. ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകനെ പിടിക്കും. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അമ്മേ. അയ്യോ, ഗൗഡാ, ഗൗഡാ. ഒന്ന് വേഗം വാ. അവിടെ വണ്ടിയുടെ അയ്യോ, ഓടിപ്പേക്കി. നീ എന്തൊന്നും മിണ്ടാത്തെ? പേടിച്ചു പോയാ? ഇനി എന്തിനാ പേടിക്കണേ? ഞാനില്ലേ കൂടെ. ഈശ്വര, ഇവനിത് എവിടെ പോയി? അവന്റെ മുട്ടേടി, അവനെ തൊട്ടുപോയത്. അങ്ങോട്ട് മാറാൻ. ആളറിയാതെ പറ്റിപ്പോയത് അയ്യ. അയ്യ പൊക്കോളൂ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ പോണു. കല്ല് കിട്ടാതെ വാടാ. ആരുടെ നേരത്താ നിങ്ങൾ കൈവച്ചെന്നറിയോ? അതൊക്കെ മല്ലയ്യയുടെ ആൾക്കാരാ. ജീവൻ വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ പടയളയിങ് വരും. പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല.